വെൽക്കം ടു പ്രീതാസ് യൂണിക് കിച്ചൻ. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഒരു അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്സ് ആണ്. ഇതിൻ്റെ കൂടെ നമ്മൾ ജിഞ്ചറും ഇളയ്ക്കുമുള്ള ടീ ആണ്. ഇത് കോമ്പിനേഷൻ അടിപൊളിയായിട്ടിരിക്കും. ഇതെങ്ങനെ ചെയ്യാമെന്ന് ഇപ്പം നമുക്ക് കാണാം. ഇതിന് 1 കപ്പ് കടലമാവ്, പിന്നെ 1/4 കപ്പ് അരിപ്പൊടി, ഇത് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടുള്ളത്, പിന്നെ പച്ചമുളക്, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ടാക്കി വെച്ചിട്ടുണ്ട്, അതിടാം ഇട്ടിട്ടുണ്ട്. അടുത്ത് വലിയ ഉള്ളി 1, കരിവേപ്പില, ആവശ്യത്തിനുള്ള പെരുങ്കായപ്പൊടി, പിന്നെ പാലക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് പാലക്കിലും ചെയ്യാം, പിന്നെ വേറെ ചീര എന്ത് വേണമെങ്കിലും ഇട്ടിട്ടും ചെയ്യാം, ഹെൽത്തിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഈ കട്ട് ചെയ്തിട്ടുള്ള പാലക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കാം. ഇട്ടിട്ടുണ്ട്, പാലക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. നല്ലോണം മിക്സാക്കിയിട്ട് എടുക്കാം. അതിനുശേഷം ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്താൽ അടിപൊളി ടേസ്റ്റാണ്. അല്ല വെളിച്ചെണ്ണ വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് വെജിറ്റബിൾ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിൽ കുറച്ച് ഒഴിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇങ്ങനെ ചെറിയതായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം വേകട്ടെ. അതിനുശേഷം നമുക്ക് തിരിച്ചിടാം. പിന്നെ ഇതിന് കോമ്പിനേഷനാണ് ഏലക്കയും, പിന്നെ തിരിച്ചിട്ടിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പാലക്ക് പക്കോട നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിൽ മാറ്റിയെടുക്കാം. ഇതിന് കോമ്പിനേഷനാണ് ഏലക്കയും ജിഞ്ചറും ഉള്ള ടീ. ഇത് നമ്മൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും മഴ സമയങ്ങളിൽ ഈ ഞായറാഴ്ചയൊക്കെ എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെ അത് ഈവനിങ് 5 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഈസിയാണ്, ഹെൽത്തിയാണ്. ഇതും ആ ചായയും ഈ മഴയും വെച്ചിട്ട് നമുക്ക് ഈ കഴിക്കുമ്പം ഈ ചായ കുടിക്കുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക വൈബ് ഉണ്ടല്ലോ, അത് പറയാൻ പറ്റില്ല. അത് നമ്മൾ അത് ചെയ്ത് നോക്കുമ്പോഴേ അറിയുള്ളൂ. ടേസ്റ്റി ആയിട്ടുണ്ടാവും, മനസ്സിന് ഒരു റിലാക്സേഷൻ ഉണ്ടാവും, അടിപൊളിയായിരിക്കും. ഇപ്പം മഴയാണല്ലോ, ഈ സമയങ്ങളിലൊക്കെ സൂപ്പറായിട്ടുള്ളതാണ് ഈ സ്നാക്സ്. അടുത്ത സെറ്റ് ഇട്ടിട്ടുണ്ട്, തിരിച്ചിട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു പാത്രത്തിൽ മാറ്റിയെടുക്കാം. പിന്നെ ഇതിന് ഉള്ള ചായ എല്ലാവർക്കും അറിയാം എങ്ങനെയാണെന്ന്, എന്നാലും ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ കാണിക്കണമെന്ന് മാത്രം. അതിന് നമുക്ക് ഫസ്റ്റ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു പാത്രത്തിൽ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇതിന് കോമ്പിനേഷൻ ഇതിനെങ്ങനെയാണെന്ന് കാണാം. ഒരു ഗ്ലാസ് രണ്ട് പേർക്ക് ആവശ്യമുള്ളതായിട്ടുള്ളതാണ് ചെയ്യണേ. 1 ഗ്ലാസ് പാലും പിന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നല്ലോണം തിളയ്ക്കട്ടെ. അപ്പോൾ അതിന് ശേഷം അതിൽ 2 സ്പൂണ് ടീ പൗഡർ ഇടുന്നുണ്ട്. ഇത് നിങ്ങൾ ഏത് യൂസ് ചെയ്യുന്നുണ്ടോ ആ ടീ പൗഡർ ഇട്ടോളൂ. ഇപ്പം നല്ലോണം തിളച്ചു. ഇതിൽ നമുക്ക് പിന്നെ 2 സ്പൂണ് പഞ്ചസാര ഇടാം. ഇപ്പോൾ ഷുഗറുണ്ട്, പഞ്ചസാര ഇടാൻ പറ്റൂല എന്ന് വെച്ചാൽ ശർക്കരയും ഇടാം, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം 3 ഏലക്കയും 1 തുണ്ട് ഇഞ്ചിയും ഇത് നല്ലോണം ഒരു കല്ലിട്ട് ചതച്ചിട്ട് പിന്നെ ഇതിലിടുക. 1 മിനിറ്റ് തിളപ്പിക്കുക, ഓഫാക്കാം. അപ്പം നമ്മുടെ ജിഞ്ചറും ഏലക്കയും ടീ റെഡിയായി. 3 ഏലക്കാണ് എടുത്തിട്ടുണ്ട്, പിന്നെ 1 തുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം കല്ലിലിട്ട് ചതയ്ക്കുക. ഇപ്പം ചതച്ച് റെഡി ആയിട്ടുണ്ട്. ഇപ്പം അതിലിടാം. ഇട്ടിട്ട് 1 മിനിറ്റ് തിളപ്പിച്ചിട്ട് ഓഫാക്കാം. ഇപ്പം നമ്മൾ റെഡിയായി. ഈ കോമ്പിനേഷൻ അടിപൊളിയാണ്, ചെയ്ത് നോക്കൂ, അപ്പോഴേ അറിയുള്ളൂ. ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.